അവധിക്കാല മാറ്റത്തിന്റെ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബാക്ക് ബെഞ്ചേഴ്സിനെ ഒഴിവാക്കിയ തമിഴ്നാട് മാതൃക കേരളത്തിലും നടപ്പാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിലെ രംഗങ്ങളുടെ പ്രചോദനത്തിലാണ് തമിഴ്നാട് ക്ലാസ് മുറികളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സജ്ജമാക്കിയതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാർ എന്നൊരു സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകാമെന്ന് മന്ത്രി വ്യക്തമാക്കി. എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ വീണ്ടും പഴഞ്ചൻ കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണം ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടവരാണ്. അങ്ങനെ പിറകെയിരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പളം 14 വർഷമായി ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. DEO, AEO ഇവരെല്ലാം സ്ഥാനക്കയറ്റം വഴി വന്നവരാണ്. ഇവർക്കെല്ലാം ഭരണപരിചയം കുറവാണെന്നും അത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട നാറുണാമൊഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നാലും ആ കാശ് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ ഈ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇതിലൊരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ചർച്ച ചെയ്തിട്ട് വിവാദമാണെങ്കിലും ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഈ DEOമാർ, AEOമാർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, RDD എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി കാര്യം നോക്കുന്നത് ഇവരാണല്ലോ ജില്ലയിൽ ഭരണത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ഇവരെല്ലാം പ്രൊമോഷൻ പോസ്റ്റിലൂടെ വരുന്നവരാണ്. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് പലപ്പോഴും എനിക്ക് കഴിഞ്ഞ 4 വർഷക്കാലത്തായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അടച്ചടച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് വരുന്ന അധ്യാപകർക്ക് ഒരു 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് എങ്കിലും കൊടുത്ത ശേഷം മാത്രമേ ഈ ജോലിയിൽ കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ KIS ഉണ്ടല്ലോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും. അവരൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പരിചയം.